ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പാൻ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പാൻ കേക്കിൽ ഞാൻ മൈദയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി പാൻ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിൽ അര കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വളരെ ചെറിയ നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം വളരെ ചെറുതാണ്, ഒരു മീഡിയം സൈസ് പോലും ഇല്ല. മീഡിയം സൈസ് നേന്ത്രപ്പഴം ആണെങ്കിൽ ഏകദേശം പകുതി ചേർത്താൽ മതി. അതുപോലെ നേന്ത്രപ്പഴം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. മൈസൂർ പഴമോ റോബസ്റ്റ പഴമോ ഏതെങ്കിലും പഴം ചേർത്ത് കൊടുത്താൽ മതി. പഴം ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുകൂടി ചേർത്ത് കൊടുത്തത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി മാത്രം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ അരയാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് കുറച്ചൊരു പാല് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അരയാതെ ബാക്കി കിടക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു പാൻ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് വളരെ ചെറിയ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു സ്പൂൺ ബാറ്റർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്കിനി കുറച്ച് വലിയ പാൻ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ദോശയുടെയൊക്കെ മാവ് ഒഴിച്ച് നിരത്തി കൊടുക്കുന്നത് പോലെ നിരത്തി കൊടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ മാവിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്യുന്നത്, അല്ലാതെ നിരത്തി കൊടുക്കുന്നില്ല. കാരണം നിരത്തി കൊടുത്താൽ അത് വളരെ നേരിയതായി പോകും. പാൻ കേക്കിന് എപ്പോഴും കുറച്ചൊരു തിക്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ പാനിൽ ഒട്ടും തന്നെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലുള്ള ഹെൽത്തി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പീസൊക്കെ ഞാൻ ഈ ഒരു ചാനൽ കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി സ്നാക്സ് റെസിപ്പീസ് വേണ്ടുന്നവരാണെങ്കിൽ ചാനലിൽ കയറി കണ്ടാൽ മതി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവ് കൊണ്ടും പാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല ഹെൽത്തി പാൻ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റോ ന്യൂട്ടെല്ലയോ അല്ലെങ്കിൽ തേനോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ഇതിന് മുകളിലായിട്ട് കുറച്ച് ന്യൂട്ടെല്ല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ന്യൂട്ടെല്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്.
അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പാൻ കേക്ക് ഒക്കെ കിട്ടിയാൽ ഏത് പിള്ളേരായാലും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാനായാലും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി സ്നാക്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.